നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തൃശൂരിൽ പൂരാവേശം, വിസ്മയം തീർത്ത് കുടമാറ്റം. കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ലോകം തൃശൂരിലേക്ക് എത്തി. ജനമനസ്സുകളെ നിറയിച്ച് ഒരു പൂരം കൂടി. ഇലഞ്ഞിത്തറ മേളത്തിനു ശേഷം തെക്കേനടയിൽ വിസ്മയം സൃഷ്ടിച്ച കുടമാറ്റം നടന്നു. രാത്രി ഭഗവതി ശാസ്താമാരുടെ പകലത്തെ എഴുന്നള്ളിപ്പുകൾ ആവർത്തിക്കും. വെടിക്കെട്ട് ഒഴിവാക്കിയതിനാൽ പുലർച്ചെ വെടിക്കെട്ടിന്റെ സമയത്ത് കദീന മുഴങ്ങും. നാളത്തെ പകൽപൂരം കഴിഞ്ഞ് ഉച്ചയോടെ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയും. ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പ്. പാറമേക്കാവ് ഭഗവതിക്ക് മുന്നിൽ കൊലുമ്പി തുടങ്ങിയ പാണ്ടിമേളം വടക്കുന്നാഥന്റെ സന്നിധിയിലെ ഇലഞ്ഞിത്തറയിൽ രൗദ്രഭാവം പൂണ്ടു പെയ്തു തീർന്നു. മേടവയിൽ ഉച്ചയിൽ നിൽക്കെ പതിഞ്ഞ കാലത്തിൽ കൊട്ടി തുടങ്ങി ഇലഞ്ഞിത്തറയിലേക്ക് നീങ്ങിയ കിഴക്കൂട്ട് അനിയന്മാരും കൊട്ടി അവസാനിപ്പിച്ചത് വൈകിട്ട് 4:30. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം. ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. മരിച്ചവരുടെ എണ്ണം 17 തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. രാകേഷിന് 85% പൊള്ളലേറ്റിരുന്നു. ഇതോടെ വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 17. എടപ്പാൾ സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ ഇന്നലെ മരിച്ചിരുന്നു. വെടിക്കെട്ട് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കരാറുകാരൻ മുണ്ടത്തിക്കോട് സതീഷിനും കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. പാമ്പുകടി ഭീതിയിൽ കേരളം. ഇന്നലെ പാമ്പുകടിയേറ്റ് ആംബുലൻസ് സഹായം തേടിയത് 23 പേർ. ആലപ്പുഴയിൽ മാത്രം പാമ്പുകടിയേറ്റത് 7 പേർക്ക്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം പാമ്പുകടിയേറ്റ് ആംബുലൻസ് സഹായം തേടിയത് 23 പേർ. പാമ്പുകടി സംശയവുമായി 9 പേരും ആംബുലൻസ് വിളിച്ചു. എല്ലാവരെയും ആന്റിവനം സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ആലപ്പുഴയിൽ ഇന്നലെ മാത്രം 7 പേർക്കാണ് പാമ്പുകടിയേറ്റത്. കായംകുളത്ത് 3-10 വയസ്സുള്ള 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് പാമ്പുകടിയേറ്റു. 2 പേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റു 3 പേർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ആലപ്പുഴ, ചേർത്തല, തണ്ണീർമുക്കം എന്നിവിടങ്ങളിൽ 2 പേർക്ക് പാമ്പിന്റെ കടിയേറ്റു. ഇരുവരും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ലക്നൗ ചെയ്തത് ക്രിമിനൽ കുറ്റം. കൊൽക്കത്തയ്ക്കെതിരായ സൂപ്പർ ഓവറിൽ കാണിച്ച മണ്ടത്തരത്തിനെതിരെ ആഞ്ഞടിച്ച് ഡെയിൽ സ്റ്റെയിൻ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ സൂപ്പർ ഓവറിൽ ബാറ്റിംഗ് ഓർഡർ നിശ്ചയിച്ചതിൽ ലക്നൗ സൂപ്പർ ജയന്റ്സിന് പറ്റിയത് വൻ വീഴ്ചയെന്ന് മുൻ ദക്ഷിണാഫ്രിക്കൻ പേസർ ഡെയിൽ സ്റ്റെയിൻ. മോശം ഫോമിലുള്ള നിക്കോളാസ് പുരാനെ ഇത്തരം ഒരു സമ്മർദ്ദഘട്ടത്തിൽ ക്രീസിലേക്ക് വിട്ടത് ക്രിമിനൽ കുറ്റത്തിന് തുല്യമാണെന്ന് സ്റ്റെയിൻ വിമർശിച്ചു. ഞായറാഴ്ച ഏക്ന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൂപ്പർ ഓവറിൽ കൊൽക്കത്തയോട് തോറ്റതോടെ ലക്നൗ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് വീണിരുന്നു. മത്സരത്തിൽ ബാറ്റിംഗിലും സൂപ്പർ ഓവറിലും പുരാൻ പരാജയപ്പെട്ടതാണ് സ്റ്റെയിനെ പ്രകോപിപ്പിച്ചത്. IPL ചരിത്രത്തിൽ ഇതുവരെ 3 സൂപ്പർ ഓവറുകളിൽ ബാറ്റ് ചെയ്ത പുരാൻ 3-0 പുറത്തായതെന്ന നാണം കെട്ട റെക്കോർഡും ഇതോടെ തലയിലായി. മത്സരശേഷം സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കവെയാണ് സ്റ്റെയിൻ ലക്നൌവിന്റെ തീരുമാനത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. കുറ്റ്യാടിയിൽ കുട്ടികൾ ഉറങ്ങുന്ന കിടക്കയിൽ വിഷപ്പാമ്പ്. പരിശോധിച്ചപ്പോൾ വീടിന്റെ മറ്റു മുറികളിൽ നിന്ന് പിടികൂടിയത് 5 വെള്ളിക്കെട്ടന്മാരെ. കോഴിക്കോട് കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ 5 വിഷപ്പാമ്പുകളെ കണ്ടെത്തിയത് പരിഭ്രാന്തി പരത്തി. കുറ്റ്യാടി മീത്തലെ കാപ്പുമ്മൽ രമേശിന്റെ വീട്ടിലാണ് ഈ നടക്കുന്ന സംഭവം. അതീവ വിഷമുള്ള വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പുകളെയാണ് വീട്ടിലെ വിവിധ മുറികളിൽ നിന്നായി പിടികൂടിയത്. കുട്ടികൾ കിടന്നുറങ്ങുന്നിരുന്ന കിടക്കയിലാണ് ആദ്യം പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ വീട്ടുകാർ കുട്ടികളെ മാറ്റിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. തുടർന്ന് വീട്ടിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് മറ്റു മുറികളിലും പാമ്പുകൾ ഒളിച്ചിരിക്കുന്നത് കണ്ടെത്തിയത്. ചുവരിലെ വിള്ളലുകൾ വഴിയോ വാതിലിനടിയിലൂടെയോ ആകാം പാമ്പുകൾ അകത്ത് കടന്നതെന്നാണ് നിഗമനം. പിടികൂടിയ 5 പാമ്പുകളെയും വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.